ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഏണിങ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാങ്കിൽ പോവുകയാണ് കാശ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു 1.5 വർഷത്തെ കാത്തിരിപ്പാണ്. ചെറിയ ചെറിയ വീഡിയോകളാണെങ്കിലും ചിലതൊക്കെ നന്നായിട്ട് വ്യൂവേഴ്സ് ഉണ്ടായി. അങ്ങനെ ഞങ്ങൾക്ക് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇപ്പോൾ റവന്യൂ വന്നു. ഇന്നാണ് ബാങ്ക് അക്കൗണ്ടിലെത്തിയത്. ഞാനും കുട്ടികളും കൂടെ പോയിട്ട് അക്കൗണ്ടിൽ നിന്ന് കാശ് എടുക്കാൻ പോവാണ്. പോയിട്ട് വീട്ടിലെ അമ്മയ്ക്കൊക്കെ ഷുഗറൊക്കെ ഉണ്ട്, എങ്കിലും സന്തോഷമല്ലേ. അപ്പോൾ ഓരോ ലഡു വാങ്ങാൻ പോവാണ് കേട്ടോ. പോയി വന്നിട്ട് കാണാം. കളിയാക്കിയിരുന്നതാണ്. ഫ്രണ്ട്സ്, ഏണിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയിപ്പോൾ പൈസ എടുത്തിട്ട് വന്നതാണ്. എന്താ പറയുക, ഇതിൽ ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അമ്മയോട് ഗുരുവായൂർക്ക് പോകാമെന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഴ കാരണം അമ്മയ്ക്ക് നല്ല ശരീര സുഖമില്ല. പക്ഷെ അപ്പോൾ ഇവിടെ അടുത്ത് ഞങ്ങൾക്ക് ഇടതുപുരം ക്ഷേത്രമുണ്ട്. പൂന്താനം നമ്പൂതിരിപ്പാട് തൊഴുതുകൊണ്ടിരുന്ന ക്ഷേത്രമാണ് പണ്ടത്തെ ഉള്ള കാലത്ത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോയിട്ട് നാളെ അമ്മയെ കൊണ്ടുപോയിട്ട് തൊഴിച്ച് കൊണ്ടുവരികയാണ്. പിന്നെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് അമ്മയെ ഗുരുവായൂർക്ക് കൊണ്ടുപോകുന്നുള്ളൂ. കുറേ നേരം നിൽക്കുമ്പോഴൊക്കെ കാലിലെതിരിക്കുക എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് വരും. പിന്നെ എവിടെ മാലി നമ്മളൊക്കെ വാങ്ങിയതാട്ടോ. കണ്ടാലും അറിയാലോ അല്ലേ. ഒന്നുമില്ല, പാവത്തിൻ്റെ കഴുത്തിലിടാനേ. ആർക്കുമില്ല, ഞങ്ങളിത്ര റിച്ചൊന്നല്ല കേട്ടോ. ഇതുണ്ടോ, ഇപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ പറഞ്ഞു, ഞാൻ പോകുമ്പോൾ എനിക്കൊരു കമ്മലൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ പൈസ എടുത്തിട്ട് വരുന്ന വഴിക്ക് അമ്മയ്ക്കൊരു കമ്മലും ഒരു മാലയും വാങ്ങിച്ചത് വാങ്ങിച്ചത്. അപ്പോൾ അത്രയ്ക്കാണ് എൻ്റെ ഏണിങ്സ് കിട്ടിയ സന്തോഷം. ഇനി നമ്മുടെ പിറന്നാളാണ് 28-ാം തീയതി. അപ്പോൾ അതും ചെറിയ രീതിയിലൊക്കെ ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് പോയി വന്നത് നല്ല ക്ഷീണം, വിയർപ്പും കാര്യങ്ങളും, നല്ല മഴയൊക്കെയാണ്. അപ്പോൾ കുറച്ച് മഴ ഉള്ളതുകൊണ്ടാണ് ഞാൻ കുട്ടികളെ കൂട്ടി പെട്ടെന്ന് പോയിട്ട് കാശ് എടുത്തിട്ട് വന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹകരണമൊക്കെ എനിക്ക് വേണം. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് എൻ്റെ ഈ ചാനലിനെ കുറിച്ച്. ഇപ്പോൾ വ്യൂവേഴ്സൊക്കെ വളരെ കുറവാണ്. ഞാൻ കാരണം അങ്ങനെ സെലക്റ്റീവ് അല്ല, എല്ലാം ഇടുന്നുണ്ട് ഞാൻ കേട്ടോ. അങ്ങനെ സെലക്റ്റീവായിട്ടൊന്നും ഇടുന്നതല്ല, എല്ലാം ഇടുന്നുണ്ട്. നിങ്ങൾ കാണണം, നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമൻറ്റും ഒക്കെ എനിക്ക് വേണം. അതുപോലെ എല്ലാവരും കണ്ട് അഭിപ്രായവും പറയണം കേട്ടോ. നല്ല അഭിപ്രായം കേട്ടോ. കുറച്ചൊന്നും പറഞ്ഞത് ഭയങ്കര സങ്കടമാണ് എനിക്ക്. വല്ലൊരു നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വിഷമം. കാരണം നമ്മളത്ര പരിചയമുള്ള ആൾക്കാരൊന്നും അല്ല. ഇതൊക്കെ ഞാനൊക്കെ പെട്ടെന്ന് തുടങ്ങിയതാണ് ഈ ചാനൽ. തുടങ്ങണമെന്ന് വിചാരിക്കാതെ തുടങ്ങിയൊരു ചാനലാണത്. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും നെഗറ്റീവ് ഒന്നും ആരും ഇടരുത് കേട്ടോ. ഭയങ്കര വിഷമമാണ്. കാരണം എൻ്റെ ഏജ്, എൻ്റെ കാലിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ഇത് തുടങ്ങിയത് എൻ്റെ അമ്മയ്ക്ക് അനിയത്തിക്കൊക്കെ വേണ്ടിയിട്ടാണ്. അവരുടെ അനിയത്തി വയ്യാത്തൊരു കുട്ടിയാണ്. അവളും എൻ്റെ ചാനലിൽ ഫുൾ ഉണ്ടാവും, അവളുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുക. എന്നാലും അമ്മ പാവം, അമ്മയുടെ കഴിവ് പോലെ അമ്മയും ഇതിൽ ഉണ്ട്, അഭിനയിക്കണമൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് അഭിനയമൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ സീരിയൽ സ്ഥിരമായിട്ട് കാണും, അത്രയൊക്കെ തന്നെ. അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും ഒക്കെ എനിക്ക് വേണം കേട്ടോ. താങ്ക് യു. നിങ്ങൾ ഇനിയും കാണുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.